മറ്റൊരു വാർത്തയും ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെയാണ് നിർണായകമായ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നത്. ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രഹസ്യമായ റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ സ്വീകരിച്ച ശേഷമാണ് ഹൈക്കോടതി ചില ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള, അതേസമയം രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള പ്രത്യേക കരുതലും എടുത്തിട്ടുണ്ട് ഹൈക്കോടതി. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം 2019 നടന്ന ക്രമക്കേട്, സ്വർണ്ണമോഷണം മാത്രമല്ല 2025 സെപ്റ്റംബറിൽ നടന്ന മോഷണത്തെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് 2019 നടന്ന കൊള്ള അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി 2025 സെപ്റ്റംബറിൽ വീണ്ടും അതേ രീതിയിൽ ഒരു കൊള്ള ആവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് നേരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യം സ്വർണ്ണപ്പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ എത്തുവാൻ സാഹചര്യം ഒരുക്കി എന്നുള്ള കാര്യവും ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. തിരുവാഭരണം കമ്മീഷണറെ പോലും മറികടന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യത്തിൽ ഒരു ഉത്തരവ് വരികയായിരുന്നു. ഇതേ ആൾക്ക് തന്നെ സ്വർണ്ണപ്പാളികൾ നൽകുന്നതിന് വേണ്ടി. അത് ഹൈക്കോടതിയുടെ ഉത്തരവിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ കാണുന്നത്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ആ പദവിയിൽ തുടരാൻ കഴിയുമോ? PS പ്രശാന്തിന് ഇനി എന്ത് ന്യായീകരണം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും? പ്രശാന്തിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. ഇപ്പോൾ അതിന് കൂടുതൽ ബലം വന്നിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ 2019 ഭരണസമിതിയെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെക്കുറിച്ചും ഗുരുതരമായ പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം എന്ന പുതിയ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്ത സുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവാണല്ലോ. അതിനുശേഷം PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? മുൻപൊക്കെ ഓരോ ഉത്തരവുകൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന സമയത്തും ന്യായീകരണവുമായി പ്രശാന്ത് വരാറുള്ളതാണ്. എന്റെ ഭരണകാലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, 2019 കാര്യങ്ങൾ സംഭവിച്ചത്, അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന്. പക്ഷേ ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമായിട്ട് പലയിടങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിൽ വെച്ച് കെട്ടി കൈയൊഴിയാനാവില്ല, അവരെ നിയന്ത്രിക്കേണ്ടതും അവരുടെ മേലുള്ള ഉത്തരവാദിത്വവും ഭരണസമിതിക്കാണെന്ന്. അപ്പോൾ ഇനി പ്രശാന്തിന് എന്തു പറഞ്ഞു മാറി നിൽക്കുവാൻ കഴിയും? മാത്രമല്ല, പ്രശാന്ത് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ അന്വേഷണം നേരിടും? സ്വാഭാവികമായും അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ട ഒരു സമയമല്ലേ വന്നിരിക്കുന്നത്? കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരിക്കുന്ന നിരീക്ഷണത്തെ രണ്ട് തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ ഒന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയോ, ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിവാദ സ്പോൺസർ മാത്രം ഇടപെട്ട് നടന്ന ഒരു തട്ടിപ്പോ അതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ട്. അവിടെ കൃത്യമായ ഒരു പ്രേരണയോ ബോധപൂർവമായ ഇടപെടലോ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് PS പ്രശാന്തിന് കഴിയില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണപ്പാളി മോഷണത്തിൽ PS പ്രശാന്തിന് നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി തന്നെ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് അവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിൽ, ഓഡിറ്റിംഗ് നടത്തുന്നതിലൊക്കെ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ പരിശോധനകളിലും കണ്ടെത്തിയ കാര്യമാണ്. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രാഥമികമായ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ ഈ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലും സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു എടുത്തു പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്
ഈ ഇടപാടുകാരിൽ ഒരാൾ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റാരൊക്കെയുണ്ട്? അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സഹായം ചെയ്തു നൽകിയ ഉദ്യോഗസ്ഥർ പരപ്രേരണയാലോ അല്ലെങ്കിൽ ബോധപൂർവമായ ഇടപെടലിനാലോ ആണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ നിർബന്ധിതമായത് എന്ന് വ്യക്തമായ സൂചന നൽകുന്ന വിവരങ്ങളായിരുന്നു ആ റിപ്പോർട്ടിലും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ബോധപൂർവമായി നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന വ്യക്തമായ ഒരു പരാമർശമില്ല. അതിന് പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ ഇടപെടൽ ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് ജിയിൽ പറയുന്നുണ്ട്. അതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവിടെ ദേവസ്വം കമ്മീഷണർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന് ചെന്നൈ ആ സ്ഥാപനത്തിന് ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിൽ മേൽ സ്വർണം പൂശുവാൻ, അത് പരമ്പരാഗത രീതിയിൽ സ്വർണം പൊതിയുവാനുള്ള സാങ്കേതികമായ വൈദഗ്ധ്യമില്ല. അതുകൊണ്ടാണല്ലോ അത് ഒരു തവണ കേടായത്. അത് അറ്റകുറ്റപ്പണി വേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് നൽകേണ്ട എന്ന് ഉത്തരവിട്ടു. പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് തിരുത്തി. അതിന് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശമാണ്. അതിന് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തിരുവാഭരണ കമ്മീഷണർ ഒരു ലെറ്റർ അയച്ചിരുന്നു. അപ്പോൾ അവിടെയാണ് നേരിട്ട് പ്രശാന്തിന്റെ പങ്കാളിത്തം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിനും ഇതൊരു ആയുധമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് PS പ്രശാന്ത് തന്നെയാണ്. അത് മാത്രമല്ല ഇക്കാര്യം ഗുരുതരമാണ്. ഈ ഒറ്റ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ആ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ എത്തിയത്. അതായത് കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ നിരീക്ഷണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്ന് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചതാണ്, താങ്കൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന്. അന്നുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ മറുപടി 40 വർഷത്തേക്ക് ഇതിന്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതമായതിനപ്പുറത്തേക്ക് വഴിവിട്ട സഹായമല്ല എന്ന വിശദീകരണമായിരുന്നു നൽകിയത്. പക്ഷേ ഇന്നലത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവാഭരണം കമ്മീഷണറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് അതിന് PS പ്രശാന്ത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലേക്ക് ഇത് വീണ്ടും എത്തുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ഇടപെടലിന് കാരണമായ സാഹചര്യം എന്ത്? അതിൽ വ്യക്തിപരമായ, അതായത് ഈ 40 വർഷത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞ ന്യായത്തിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതിലാണ് വ്യക്തത വരേണ്ടത്. പക്ഷേ ഇതുവരെ കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിനു ശേഷം ഈ നിമിഷം വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിലൊരു ഔദ്യോഗികമായ ഒരു മറുപടി നൽകിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് രാഷ്ട്രപതി അവിടേക്ക് എത്തുന്ന തിരക്കുകളിലായിരിക്കാം. അതിനുശേഷം അദ്ദേഹത്തിന് മറുപടി പറയാതെ ഏറ്റവും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ നിരീക്ഷണം രാഷ്ട്രീയമായി UDF വലിയൊരു പ്രചാരണ വിഷയമാക്കും. UDF മാത്രമല്ല BJPയും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും, അതിലൊരു സംശയവും വേണ്ട. അവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കേവലം ഉദ്യോഗസ്ഥരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു സ്പോൺസറിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന സൂചന നൽകുന്ന നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ പരാമർശം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു ഉത്തരവിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തുകൊണ്ടാണ് സ്വർണ്ണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നതിന് മുൻപ് ടെൻഡർ നടപടികളെ കുറിച്ച് ആലോചിക്കാത്തതും ഇതിന് സാങ്കേതിക വൈദഗ്ധ്യമുള്ള മറ്റാളുകളെ തേടാതിരുന്നതും തുടങ്ങിയ പരാമർശങ്ങൾ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരിയായി എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിട്ട് അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യവും വീണ്ടും ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. അത് 2019 ചേർത്ത് വെച്ചാണ് ഹൈക്കോടതി പറയുന്നത്. 2019 നടന്ന ആ മോഷണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നതും. ഈ മോഷണം മറയ്ക്കുന്നതിന് വേണ്ടി 2025 ഇങ്ങനെ രഹസ്യമായിട്ട് ഒരു കാര്യം ചെയ്തു. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല, അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗൂഢാലോചന ഇക്കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാൻ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നവംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. 2 വർഷത്തെ, നിലവിൽ അങ്ങനെയാണല്ലോ, 2 വർഷമാണല്ലോ. അത് നീട്ടി നൽകും, അതായത് കാലാവധി നീട്ടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ PS പ്രശാന്തിന്റെ പ്രവർത്തനം തൃപ്തികരമാണ്, നല്ല രീതിയിൽ ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കഴിഞ്ഞ വർഷം തീർത്ഥാടന സമയത്ത് ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണല്ലോ പൊതുവെ സർക്കാരിന്റെ വിലയിരുത്തൽ. അതിനുവേണ്ടി ഒരു ഓർഡിനൻസ് പോലും കൊണ്ടുവരുവാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന രീതിയിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. പക്ഷേ അത് ഇനി നടക്കുമോ, അതോ ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ അത് അന്വേഷണ ഘട്ടത്തിലാണല്ലോ, അന്വേഷിക്കട്ടെ,
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുമോ? എന്താണ് ഇതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ?